നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബോധം വന്നിട്ടുണ്ട്. മയക്കം മരുന്നിന്റെ ക്ഷീണത്തില. ഡോക്ടർ, എന്റെ കുഞ്ഞ് ജീവൻ ആപത്തൊന്നും ഇല്ല ശാരദമ്മേ. വയറ് കഴുകുകയും മറ്റും ചെയ്തതുകൊണ്ട് വിഷാംശം ശരീരത്തുനിന്ന് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കീടനാശിനി ശാരികയുടെ കയ്യിൽ എങ്ങനെ വന്നു? അത് തൊടിയിലെ തെങ്ങുകൾക്ക് എന്തോ രോഗമുണ്ടെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നത്. ശങ്കരേട്ടൻ തന്നെയാ ഇവിടത്തെ തെങ്ങുകളിൽ കയറുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. തെങ്ങിനടിച്ചതിന്റെ ബാക്കി ഇവിടെ എവിടെയോ വച്ചിട്ട് പോയതാ. അതൊരു ഭയങ്കര കുഴപ്പമുള്ള കീടനാശിനിയാ ശാരദാമ്മേ. അയ്യോ, തെങ്ങുകളെ രക്ഷിക്കുന്നതാണെങ്കിലും അതിലെ ഒരു കെമിക്കൽ മാരക വിഷമാ. അയ്യോ, ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് ഭാഗ്യമെന്ന് പറഞ്ഞാ മതി. ദേവി, ജീവഹാനി ഇല്ലാതെ അതിജീവിക്കുന്ന ഇത്തരം കേസുകളിലും ചില സൈഡ് എഫക്ട്സ് പിന്നീട് ഉണ്ടാവാറുണ്ട്. ആ കെമിക്കൽ അതിവേഗം ആന്തര അവയവങ്ങളിലേക്ക് പടരും. അയ്യോ, അപ്പോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളത്തിൽ ചെളി പോലെ അടിഞ്ഞുകൂടും. ഈശ്വര, പ്രത്യക്ഷ പരിശോധനയിൽ നമുക്കത് കണ്ടെത്താനാവില്ല. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? അങ്ങനെ സംഭവിക്കാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സംഭവിച്ചു കൂടൊന്നുമില്ല. ആ കെമിക്കൽ ഏതെങ്കിലും ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ട്. ഈശ്വര, ഹൃദയം, കരൾ, കിഡ്നി, അങ്ങനെ എന്തിനെങ്കിലും. അയ്യോ, അതിനുള്ള ചികിത്സ കൂടി ചെയ്യണം ഡോക്ടർ. അതിന് ആ കെമിക്കൽ ഏത് അവയവത്തെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ കുട്ടി. ബാധിച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അത് പരിശോധനയിൽ കണ്ടെത്താൻ പറ്റില്ല ഡോക്ടർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ സൈലന്റ് കില്ലർ. ഡോക്ടറെ, വിഷമിക്കണ്ട ശാരദാമ്മേ. ചിലപ്പോ വിഷാംശം പൂർണ്ണമായി നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത ടാബ്ലറ്റ് ആ കെമിക്കലിനെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ കഴിയുന്നതാണ്. അത് മുടക്കാതിരിക്കുക. ധൈര്യമായിട്ടിരിക്കുക. ശാരികയ്ക്ക് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും അവശതയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ഉടനെ എന്നെ വിളിക്കുക. ശരി ഡോക്ടറെ. ശരി. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.